കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്ത പോലെ ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ വസിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം വസിക്കുന്ന മന്ദിരം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചാക്കി. നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയതൊക്കെ പുതിയ നിയമത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മയുടെ നിഴലുകളാണ്. വളരെ വ്യക്തമായി ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരാലയം ഉണ്ടാക്കണം. ദൈവം ഇന്ന് ദൈവസഭയുടെ മധ്യത്തിലാണ് വസിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ടവരുടെ ഇടയിൽ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ സഭകളുടെ മധ്യത്തിൽ ഉണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഓർത്തതുപോലെ പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയത് നാം പഠിക്കുമ്പോൾ പുതിയ നിയമസഭയുടെയും കർത്താവിൻ്റെയും മഹത്വം നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പഴയ നിയമ ഏടുകളിൽ 46 അധ്യായം കൊണ്ടും പുതിയ നിയമത്തിൽ 4 അധ്യായം കൊണ്ടും ബൈബിളിൽ ഏതാണ്ട് 50 അധ്യായം കൊണ്ട് വെളിപ്പെടുത്തിയ ഒരു സത്യമാണ് സമാഗമന കൂടാരം. ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്ന ഇടം. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് 19 വരെയുള്ള വാക്യമാണ് ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇവിടെയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. ഇനിയും നമുക്ക് അതിൻ്റെ ചില വശങ്ങൾ നമ്മൾ ചിന്തിക്കാത്തത് കൂടെ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 9-ാം പുറപ്പാട് പുസ്തകം 27-ന്റെ 9 തൊട്ട് 19 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവം ആവശ്യപ്പെട്ടു ഒരു പ്രാകാരം അല്ലെങ്കിൽ ഒരു കോർട്ട്, ദൈവത്തിന് വസിപ്പാൻ വേർതിരിച്ച ഒരു പ്രത്യേക സ്ഥലം. ആ സ്ഥലത്തിന് എങ്ങനെ അത് വേർതിരിച്ചെടുക്കണമെന്നും അതിന് എങ്ങനെ ഒരു വാതിൽ വേണമെന്നും ദൈവമാണ് കൽപ്പിച്ചാക്കിയത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദ കോർട്ട് ആൻഡ് ദ ഗേറ്റ്, അതിൻ്റെ പ്രാകാരവും അതിൻ്റെ വാതിലും. അതാണ് 9 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചു അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതെങ്ങനെ ഉണ്ടാക്കണം, ഏതെല്ലാം നിറങ്ങൾ ഉപയോഗിക്കണം, അതിൻ്റെ മെറ്റീരിയൽസ് എന്തായിരിക്കണം, ഇതെല്ലാം കൽപ്പിച്ചാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ കാണുന്ന ചിത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഭാഗത്തിലേക്ക്, ഈ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ഒരു മതില് പോലെ ചുറ്റപ്പെട്ട ഒരു പ്രതലമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് വസിപ്പാൻ ഒരു വേർതിരിഞ്ഞ സ്ഥലമാണ് ദൈവം ഉണ്ടാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ വടക്കും അതുപോലെ തെക്കും, ഈ വടക്കും തെക്കും ഈ 2 ഭാഗത്തും ഏതാണ്ട് 100 മുഴം അല്ലെങ്കിൽ ഏതാണ്ട് 150 അടി നീളത്തിലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 100 ക്യൂബിറ്റ്. 100 ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ 100 മുഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150 അടി മിനിമം ഉണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 150 അടി നീളം, അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 50 ക്യൂബിക് മീറ്റർ ക്യൂബാണ്, 50 ക്യൂബാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 75 അടി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 150 അടി നീളം, 75 അടി വീതിയുള്ള ഒരു പ്രത്യേക സ്ഥലം. ആ സ്ഥലം മരുഭൂമിയിൽ വേർതിരിക്കാൻ ദൈവം ഉപയോഗിച്ചതാണ് നമ്മൾ കണ്ടതുപോലെ ഈ കോർട്ട് അല്ലെങ്കിൽ ഈ പ്രാകാരം അല്ലെങ്കിൽ ഈ ചുറ്റും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക പ്രതലം. നമ്മൾ ഓർക്കണം, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ കൂടാരത്തിലാണ് ദൈവം വസിക്കുന്നത്, ജനങ്ങളും കൂടാരത്തിൽ വസിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയപ്പോൾ അതിൻ്റെ മനോഹരത്വം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു? നമ്മൾ കണ്ടു, 20 കതിരുമരം കൊണ്ടുള്ള തൂണുകള് അതിൻ്റെ വടക്കുവശത്ത്, 20 കതിരുമരം കൊണ്ടുള്ളത് അതിൻ്റെ തെക്കുവശത്ത്, 10 കതിരുമരം അതിൻ്റെ മുന്നിലും അതിൻ്റെ പുറകിലും അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും. ഇത് കൽപ്പിച്ചാക്കിയിട്ട് ദൈവം അവിടെ കൽപ്പിക്കുകയാണ് എന്ത് ചെയ്യണം. കതിരുമരം കൊണ്ടുള്ള മരങ്ങൾ ഏതാണ്ട് 7.5 അടി കളരമുള്ള ഒരു 7.5 അടിയാണ് ഇതിൻ്റെ കളരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 ക്യൂബിറ്റ്, 5 മുഴം ഉയരമുണ്ട്. അത് ഏതാണ്ട് 7.5 അടി മിനിമം ഹൈറ്റ് ഉണ്ട്. അപ്പൊ 7.5 അടിയുള്ള ഈ കർട്ടൻ വലിച്ചു പിടിക്കാനായിട്ട് ദൈവം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടതാണ്. മനോഹരമായ ഒരു ചിത്രമാണ് അത്. ദൈവസഭയുടെ മനോഹരമായ ഒരു ചിത്രം മനസ്സിലാക്കി തരുന്നു. പിരിച്ച വെള്ള പഞ്ഞിനൂൽ കൊണ്ടുള്ള ലിനനാണ് ഇതിൻ്റെ ചുറ്റും വിരിച്ചിരിക്കുന്നത്. ആ പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള വെള്ള നിറമുള്ള കർട്ടൻ ഹാങ് ചെയ്യേണ്ടത് എങ്ങനെയാണ്?
ആ കർട്ടൻ കാറ്റത്തുലയാതെ എങ്ങനെ നിൽക്കും? അത് നമ്മൾ ഓർക്കണം. അത് ദൈവം കൽപ്പിച്ചാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിലും ദൈവം കൽപ്പിച്ചാക്കി. അതിനൊരു ഗേറ്റേ ഉള്ളൂ. നമ്മൾ കണ്ടു, ആ ഗേറ്റ് കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്നു. ഞാനാണ് വാതില്, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. 4 തൂണുകളിൽ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു പ്രത്യേക കർട്ടൻ. വെള്ള നിറമുള്ള ഈ ഈ പ്രതലത്തിൽ അല്ലെങ്കിൽ ഈ പ്രാകാരത്തിന്റെ ഒരു വാതില് കണ്ണിന് ഇമ്പമുള്ളതും കണ്ണിന് ആകർഷകമായ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത, ചിത്രത്തയ്യലായി നെയ്തെടുത്ത ആ ഗേറ്റ് 4 തൂണുകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഞാനാണ് വാതിലെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. കർത്താവ് ഞാനാണ് വാതിലെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം നമ്മൾ ഓർക്കുക, ആ വാതില് യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാൻ നമുക്കറിയാം, അവന്റെ ജീവിതം 4 സുവിശേഷങ്ങളിലൂടെയാണ് വരച്ചു കാണിച്ചത്. ആ 4 സുവിശേഷകന്മാരെ അല്ലെങ്കിൽ സുവിശേഷത്തെ വരച്ചു കാണിക്കുന്നു. ആ ഏക വാതില് വിടർത്തി നിർത്തിയിരിക്കുന്ന 4 തൂണുകൾ, അതിൽ 4 നിറമുള്ള നൂലുകൾ. അത് ഈ 4 സുവിശേഷത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ 4 വ്യത്യസ്ത ക്യാരക്ടറാണ് എടുത്തു പറഞ്ഞത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. അതിന്റെ പല വശങ്ങളും ചിന്തിച്ചതുകൊണ്ട് ഞാൻ ആ വാതിലിന്റെ നിറങ്ങളെ കുറിച്ച് ഒന്ന് എടുക്കുകയാണ്. അതിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ പ്രാകാരത്തിന് വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. ഇത് പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അത്ര വിശദീകരണത്തിലേക്ക് പോകാതെ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണ്. ഈ വാതിൽ നമ്മൾ കണ്ടു 20 മുഴം നീളമാണ്. അതായത് ഏതാണ്ട് 35 അടി, 35 അടി വീതിയുള്ള ഒരു വാതിലാണ്. എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്ന, ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു വാതിലിന്റെ ചിത്രമാണ് യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ആ വാതിൽ. ഈ വാതില് നമ്മൾ കണ്ടു 4 തൂണുകളിലാണ്. എന്നാൽ അവിടെ നമ്മൾ കണ്ടു 16-ാം വാക്യത്തിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. 4 നൂലിനും 4 നിറമാണ്. 4 നിറമാണ്. നമ്മൾ ഓർക്കണം, സുവിശേഷം എഴുതിയപ്പോൾ ഈ 4 സുവിശേഷത്തിലും 4 നിറമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം എടുത്താൽ ഇവിടെ വായിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന നിറം നീല നിറമാണ്. നീല നിറം. യോഹന്നാന്റെ സുവിശേഷമാണ് നീല നിറത്തിന് ഊന്നൽ കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നീല നിറം കാണാൻ നമ്മൾ ആകാശത്തിലോട്ട് നോക്കിയാൽ മതി. ആകാശത്തിന്റെ നിറം നീല നിറമാണ്. ദൈവം ആകാശത്ത് വിരിച്ചിരിക്കുന്നത് നീല നിറമാണ്. നോക്കുക, അത് നോക്കുക, ഏത് കണ്ണിനെയും ആകർഷിക്കുന്ന, ആശ്വാസം തരുന്നൊരു നിറമാണ്. അത് നമ്മൾക്കറിയാം, കാർമേഘങ്ങൾ കൊണ്ടും ഇടിമിന്നൽ കൊണ്ടൊക്കെ ചിലപ്പോൾ മാഞ്ഞു പോകുമെങ്കിലും പിന്നെയും ആ ആ ആ നിറം വീണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ദൈവം നമ്മളോട് കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. എന്നാൽ യെശയ്യാപ്രവചനം 28:21 നോക്കിയേ, അവിടെ ചിലപ്പോഴൊക്കെ കാർമേഘ പടലങ്ങൾ ഉയർന്നു വരും. ദൈവവും മനുഷ്യനുമായിട്ട് മധ്യത്തിൽ ചില ഇടിമിന്നൽ പോലെയൊക്കെ ഉണ്ടാകും. അത് ഒരു സ്വാഭാവിക ദൈവത്തിന്റെ സ്വഭാവമല്ല. 28-ാം അധ്യായത്തിന്റെ യെശയ്യാ 28:21 ഞാനത് വിശദീകരിക്കാതെ പറയട്ടെ. യഹോവ തന്റെ പ്രവൃത്തിയെ, തന്റെ ആശ്ചര്യ പ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിന്, തന്റെ ക്രിയയെ, തന്റെ അപൂർവ ക്രിയയെ തന്നെ നടത്തേണ്ടതിന്. ഇത് മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ്. ദൈവം കോപിക്കുന്ന ദിവസം, ദൈവം ക്രോധം ചൊരിയുന്ന ദിവസം. പക്ഷേ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ്, അത് യഹോവയുടെ അപൂർവ ക്രിയയാണ്. അത് യഹോവയുടെ അപൂർവ ക്രിയയാണ്. അത് ആശ്ചര്യപ്രവൃത്തിയാണ്. എന്താണ് ഇംഗ്ലീഷിൽ വായിച്ചാൽ? ഇറ്റ് ഈസ് എ സ്ട്രേഞ്ച് വർക്ക്. ഇറ്റ് ഈസ് നോട്ട് ഹിസ് നോർമൽ വർക്ക്. ദൈവത്തിന്റെ സാധാരണഗതിയിലുള്ള പ്രവൃത്തിയല്ല. ദൈവം കരുണയോടും ദൈവം കൃപയോടും ദൈവം മനസ്സലിവോടും മാനവരാശിയോട് ഇടപെടുന്നു. ഏത് പാപിയോടും കരുണ കാണിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഒരു ആശ്ചര്യപ്രവൃത്തിയുണ്ട്, അവന്റെ അപൂർവ ക്രിയയുണ്ട്, അൺയൂഷ്വൽ വർക്ക്. അന്ന് ആരോടും ഒരു കൃപയും കരുണയും കാണിക്കത്തില്ല. ദൈവക്രോധം ചൊരിയുന്ന ഒരു കാലഘട്ടം. അത് അപൂർവ ക്രിയയാണ്, സ്ട്രേഞ്ച് വർക്കാണെന്ന് പറയുമ്പോൾ മറ്റു വിധത്തിൽ പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ഈസ് എ സ്ട്രേഞ്ച് വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിന് അത് ഇഷ്ടമല്ല. മനുഷ്യനെ ശിക്ഷിക്കുവാൻ, പാപികളുടെ മരണത്തിലൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. അതൊരു അപൂർവ പ്രവൃത്തിയാണ്.
ദൈവത്തിന്റെ സാധാരണ പ്രവൃത്തി. ആ നീല നിറമുള്ള മേഘം കരുണയോടും കൃപയോടും കൂടെ മാനവരാശിയോട് ഇടപെടുന്നു. നമ്മൾ വീണ്ടും തിരുവചനം പഠിച്ചാൽ, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകത്തുള്ളൂ, നോക്കുക, ഈ നീല നിറം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ സ്വർണത്തോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത്. സ്വർണം. പുറപ്പാട് ദിവസം 39, ഞാൻ പറയുന്ന വാക്യം നോക്കിയേ. പുറപ്പാട് ദിവസം 39 2, 5, 8. പുറപ്പാട് 39 2, 5, 8. പുറപ്പാട് 28 6, 15. അവിടെയൊക്കെ നോക്കിയാൽ നീല നിറം, റിങ്സ് ഓഫ് ഗോൾഡ്, ആ മാർപ്പതക്കം കെട്ടാൻ സ്വർണ്ണ വളയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. ലേസ് ഓഫ് ബ്ലൂ, ഗോൾഡൻ പ്ലേറ്റ്. അവന്റെ നെറ്റിപ്പട്ടം സ്വർണം കൊണ്ടുള്ള ഒരു 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 തങ്കപ്പട്ടമാണ്. അത് നീല നിറമുള്ള നൂലുകൾ കൊണ്ടാണ് ബന്ധിക്കുന്നത്. അനേക വാക്യങ്ങളുണ്ട്. നമ്മൾ നോക്കിയാൽ നീലയും സ്വർണവും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കാണുന്നു. സ്വർണം ദൈവത്തിന്റെ മഹത്വം, നിത്യത, ദൈവപുത്രന്റെ മഹത്വമൊക്കെ വരച്ചു കാണിക്കുമ്പോൾ നമ്മൾ ഓർത്തു, ആ നീല നിറം, നമ്മൾ ഓർക്കണം, ആ നീല നിറം ദൈവത്തിന്റെ കൃപ, ക്യാരക്ടർ ഓഫ് ഗോഡ്, ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ കൃപ, സ്നേഹം, ഇതൊക്കെ വരച്ചു കാണിക്കുന്നു. ഇത് രണ്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നീലനിറം ആദ്യം പറഞ്ഞിരിക്കുന്നത് നീലനിറമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രൻ നിത്യനാണ്, അവൻ ആദ്യം മുതലുള്ളവനാണ്, അവന്റെ നിത്യതയെക്കുറിച്ച് ദൈവമായിട്ട് അവനെ അവതരിപ്പിച്ച് യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനിയും ഇവിടെ ഒരു പഠനം കൂടെ എടുത്തിട്ട് ഞാൻ അവിടെ വിടാം. സംഖ്യാപുസ്തകം എടുത്ത്, അത് നിങ്ങൾക്ക് നല്ലൊരു പഠനമായിരിക്കും. സംഖ്യാപുസ്തകം 15-ാം അധ്യായം എടുക്കുക. സംഖ്യാപുസ്തകം 15-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ എല്ലാം വായിക്കേണ്ട, 32 തൊട്ടുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്ന കണ്ടു. ശബത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന് പറഞ്ഞു, എന്നാൽ ശബത്തിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നു. അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്താ ചെയ്തത്? യഹോവ 36, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. ശബത്ത് നാളിൽ വിറക് പെറുക്കിയവനെ മറ്റുള്ളവർക്കൊരു ഒരു ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രമല്ല, അവൻ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമായി അവനെ പുറത്തു കൊണ്ടുപോയി സർവ്വസഭയും കല്ലെടുത്ത് അവനെ എറിഞ്ഞു കൊന്നു. ഇതിന്റെ ശേഷം ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്. 37 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്കൽ പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. ഒന്ന് നോട്ട് ചെയ്തേടെ. അവരുടെ ഇസ്രായേൽ മക്കളുടെ വസ്ത്രത്തിന്റെ വിളിമ്പില് ഒരുപാട് ചരട് തൂക്കിയിട്ടിട്ടുണ്ട്. ആ ചരടിന്റെ മധ്യത്തിൽ നീലച്ചരടുമുണ്ട്. കെട്ടണം. എന്തിനാ എന്ന് നോക്കിയാട്ടെ. 39-ാം വാക്യം. യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗവും നടക്കാതിരിക്കേണ്ടതിനും ഈ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ മെമ്മോറിയൽ. നിങ്ങൾ എൻ്റെ സകല കൽപ്പനകളും ഓർത്താചരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ. ദൈവം പറഞ്ഞ വാക്ക് നോക്കിയേ. ഇസ്രായേൽ മക്കളുടെ വസ്ത്രം, നമുക്കറിയാം, വസ്ത്രം ധരിക്കാതെ യാത്ര ചെയ്യാനോ ജീവിക്കാനോ സാധ്യമല്ല. അവരുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ചരടുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിന്റെ മധ്യത്തിൽ ഒരു നീല ചരട് ദൈവം കൽപ്പിച്ചാക്കി. എന്തിനാ ദൈവം കൽപ്പിച്ചാക്കിയത്? ഇസ്രായേൽ മക്കൾ അത് കാണുമ്പോൾ യഹോവയുടെ സകല കൽപ്പനകളും അനുസരിക്കണം. ഇറ്റ് ഈസ് എ റിമൈൻഡർ ടു ദം ടു ഒബേ ഗോഡ്. ദൈവത്തെ അനുസരിക്കാൻ അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു ജനമാണെന്നും അവർ സ്വർഗീയ ജനമാണെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ, എപ്പോഴും മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു ജ്ഞാപകം, ഒരു മെമ്മോറിയൽ അവരുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലുണ്ട്. നീലച്ചരടാണത്. അവർ സ്വർഗീയമായ ദൈവത്തിന്റെ കൃപയുടെ കരവലയത്തിൽ നിൽക്കുന്ന, ആ കൃപയുടെ അവകാശികളായി തീർന്ന ഒരു പ്രത്യേക ജനമാണ് എന്നവരെ പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നമ്മളോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർത്തു വയ്ക്കുകയെ. നമ്മൾ എബ്രാഹിം 3:1 വായിക്കുന്നുണ്ടല്ലോ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ ആ നീല നിറത്തിന്റെ പ്രാധാന്യത നോക്കുക. അവരുടെ കണ്ണിന്, അല്ലെങ്കിൽ ആ പറയുന്ന നിറങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പറയുന്നത് നീല നിറമാണ്. ഇവിടെ ആ നീലച്ചരട് നമ്മൾ ഓർക്കണം. യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിന്
ഒരു ജ്ഞാപക മെമ്മോറിയലായിട്ട് അവിടെ വസ്ത്രത്തിന്റെ വിളിമ്പിലുണ്ട്. എന്തിനു പറയുന്നു? ആകാശത്തിലോട്ട് നോക്കിയാൽ ആ നീല നിറമാണ്. ദൈവത്തെ അനുസരിപ്പാൻ ആവശ്യമായ നിറം, ആ നിറം അവരെ മനസ്സിലാക്കി തരുന്നു. യോഹന്നാൻ ഊന്നൽ കൊടുത്തു, ആ ദൈവപുത്രൻ, അവൻ ദൈവപുത്രനാണ്, നിത്യനാണ്, പിതാവിനോട് തുല്യനാണ്. അവന്റെ നിത്യത, അവന്റെ ദൈവത്വം വരച്ചു കാണിക്കാൻ യോഹന്നാൻ ഉപയോഗിച്ചു. ആ യോഹന്നാന്റെ സുവിശേഷമാണ് ഈ നീല നിറം വെളിപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധേയമാണ്. രണ്ടാമത് പറഞ്ഞ നിറം ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറം, ചുവപ്പ് നിറം നോക്കുക. ചുവപ്പ് നിറം നമുക്കറിയാം, നീല നിറം ആകാശത്തിന്റെ നിറമാണെങ്കിൽ ഈ ചുവപ്പ് നിറം ഭൂമിയുടെ നിറമാണ്. ചുവപ്പ്, ഈടം, ആഡം, ഇടും എന്നൊക്കെയുള്ള വാക്കിൽ ചുവപ്പെന്നുള്ളതിന്റെ ആശയം വന്നിരിക്കുകയാണ്. ഏദോം എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നുള്ളതാണ്. നമ്മൾ നോക്കുക, ഭൂമിയുടെ നിറമാണ് ചുവപ്പ്. പൂക്കളൊക്കെ നോക്കി, അതൊക്കെ ചുവന്ന പൂക്കളാണ്, ചുവന്ന പുഷ്പങ്ങൾ. നോക്കുക, നമ്മൾ ഓർക്കണം, ആകാശത്തിന്റെ നിറം നീലയാണെങ്കിൽ ഭൂമിയുടെ നിറം ചുവപ്പ് നിറമാണ്. ഭൂമിയുടെ നിറം. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് നമ്മൾ ഓർക്കണം, അത് റോമാക്കാരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം എടുക്കുമ്പോൾ ജീനിയോളജി ഇല്ല, അവിടെ വംശപാരമ്പര്യം പറയുന്നില്ല. എന്താ വംശപരമ്പരയാത്തത്? മർക്കോസിന്റെ സുവിശേഷം ഒരു പെർഫെക്റ്റ് സെർവന്റ്, ഒരു സമ്പൂർണമായ ദാസനെ വരച്ചു കാണിക്കുകയാണ്. ഒരു സമ്പൂർണമായ ദാസനെ, റോമാക്കാർ നോക്കിക്കൊണ്ടിരുന്ന ഒരു സമ്പൂർണ്ണ സെർവന്റിനെ വരച്ചു കാണിക്കുകയാണ്. ഒരു സെർവന്റിന്റെ ജീനിയോളജി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞിട്ടില്ല. അവൻ മനുഷ്യനായി അവതരിച്ച മനുഷ്യപുത്രൻ, ദൈവപുത്രൻ മനുഷ്യനായി തീർന്നതിന്റെ ചിത്രം. ദാവീദ് പുത്രൻ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ. നമ്മൾ ഓർക്കണം, ഇതൊരു റോയൽ കളർ കൂടെയാണ്, രാജകീയ നിറം കൂടെയാണ്. മത്തായി 27, 28, 29 അവനെ പരിഹസിപ്പാൻ ക്രൂശീകരണത്തിന് മുമ്പ് ചുവപ്പ് വസ്ത്രം ധരിപ്പിച്ചായിട്ട് നമ്മൾ വായിക്കുന്നു, രാജകീയ പ്രൗഢിയുടെ വസ്ത്രം. എന്നാൽ ഇവിടെ വേറെ ഒരു പഠനം കൂടെ ഞാൻ തന്നോട്ടെ. നമ്മൾ ഈ ചുവപ്പ് നിറത്തെക്കുറിച്ച് എബ്രായ ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഇത് മനോഹരമായൊരു ചിന്തയാണ്. ആരാധനാ യോഗങ്ങളിലൊക്കെ കർത്താവിനെ ഓർക്കുവാൻ നമ്മൾക്ക് സഹായിക്കുന്ന ഒരു വാക്യമാണ്. സങ്കീർത്തനം 22:6 ഒരു വാക്യമുണ്ട്, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ എം എ വേം എന്നാണ്. വേം എന്ന് പറഞ്ഞാൽ പുഴു എന്നാണ്. ആ പുഴുവല്ല കൃമി. എന്നാൽ ഒറിജിനൽ ഭാഷയിൽ അത് ഐ എം എ ടോല, TOHLAHGH, ടൊഹ്ല എന്നാണ്. ഒറിജിനൽ ഭാഷയിലെ, ഹീബ്രു ഭാഷയിലെ ഐ എം എ ടൊഹ്ല എന്ന, ആ ടൊഹ്ല എന്നുള്ളതാണ് വേം എന്നുള്ളതാക്കി മാറ്റിയത്. ഇയ്യോബിന്റെ പുസ്തകം 25:6, ദ സൺ ഓഫ് മാൻ വിച്ച് ഈസ് വേം, പുഴുവായിരിക്കുന്ന മർത്യൻ. യെശയ്യാവ് 41:14 അവിടെ വായിക്കുന്നുണ്ട്, പുഴുവായി യാക്കോബേ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കണം, ഈ ടൊഹ്ല എന്ന് പറയുന്ന ആ പുഴുവാണ് ഞാനോ മനുഷ്യനല്ല, ഒരു പുഴുവാണെന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ ഈ ചുവപ്പ് നിറവും അതുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. എന്താ കാരണമെന്നറിയാമോ? എന്താ എന്ന് ചോദിച്ചാൽ, സ്കാർലറ്റ് അല്ലെങ്കിൽ ചുവപ്പെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം സ്പ്ലെൻഡർ ഓഫ് എ വേം എന്നാണ്, പുഴുവിൻ്റെ ശോഭയെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നോക്കുക, ഇസ്രയേലിൽ ധാരാളം കാക്ടസ് ചെടികളുണ്ട്, മരുപ്രദേശത്ത് വളരുന്ന കാക്ടസ് ചെടി. ഈ കാക്ടസ് ചെടിയിൽ ഒരു സൈസ് പുഴുക്കളുണ്ട്. ഇസ്രയേൽ മക്കള് ഈ കാക്ടസ് ചെടി മുറിച്ചെടുത്ത് നിലത്ത് അടിക്കുമ്പോൾ ഇതിനകത്ത് പുഴുക്കളൊക്കെ പുറത്തു വരും. ഈ പുഴുക്കളെയെല്ലാം കൂടെ ശേഖരിച്ച് ഒരു ഡിഷിലോ ഒരു പാത്രത്തിലോ ഈ പുഴുക്കളെ കുത്തിപ്പൊട്ടിക്കുമ്പോൾ മനുഷ്യന്റെ ചോര പോലെ ചോര അതിനകത്തൊന്ന് പുറത്തു വരും. ആ ചോര വെയിലത്തുണക്കി വെള്ളത്തിൽ വീണ്ടും കലക്കി വെള്ള ലിനൻ അതിൽ മുക്കിയെടുത്ത് ഉണങ്ങുമ്പോൾ ആ നിറം ചുവപ്പ് നിറമായ വസ്ത്രമായിട്ട് മാറും. പഴയ കാലത്തൊന്നും നമ്മുടെ കൂട്ട് ഡൈ ഒന്നുമില്ല. അന്ന് ഈ ചുവപ്പ് നിറം ഉണ്ടാക്കുന്നത് ഈ പുഴുവിന്റെ ചോര ഉണക്കി
അതിൽ നിന്ന് എടുക്കുന്ന ഡൈയിൽ നിന്നാണ് ഈ ചുവപ്പ് വസ്ത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സ്കാർലറ്റ് അല്ലെങ്കിൽ ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡർ ഓഫ് എ വേം, ഒരു പുഴുവിന്റെ ശോഭയെന്ന് പേര് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ സങ്കീർത്തനം 22:6 ആ കഷ്ടതയുടെ പാരമ്യത്തിൽ അവൻ പറയുന്ന വാക്കാണ്, ഐ എം നോട്ട് എ മാൻ ബട്ട് ഐ എം എ ടഹ്ല. ഞാനൊരു പുഴുവാണ്. മലയാളത്തിൽ വായിക്കുമ്പോൾ ഐ എം എ ടോല നോട്ട് എ മാൻ, ഞാനൊരു മനുഷ്യനല്ല, ഒരു കൃമിയാണെന്നുള്ളതിന്റെ ടൊഹല എന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ ഒരു രാജകീയ വസ്ത്രം ധരിപ്പിക്കാൻ, നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിക്കാൻ ദൈവപുത്രൻ ചതച്ച് അരയപ്പെടുകയാണ്. അവന്റെ ചോര പുറത്തോട്ട് ഒഴുകുകയാണ് നമുക്കൊരു രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ. ഞാൻ ഈ പഠനം നടത്തിയപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം ഞാൻ കണ്ടു. യെശയ്യാ 1:18 എടുത്ത്, യെശയ്യാ പ്രവചനം 1:18. നമുക്ക് ഈ നിറത്തെക്കുറിച്ച് ഒരു പഠനമാണ് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരികയാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം നമ്മുടെ പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 18-ാം വാക്യം നോക്കിയാട്ടെ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം, യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുകയാണ്, കം, ഒരു കോടതിയിൽ വാദിക്കുന്ന പോലെ നമുക്ക് വാദിക്കാം. എന്താ വാദിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബര പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നമ്മൾ ഓർക്കണം, ഒരു വാക്കും ബൈബിളിൽ അവിചാരിതമായിട്ട് വന്നതല്ല. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ 2 നിറം പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും. ആ വാക്ക് നോക്കിയേ, കടും ചുവപ്പ്, വെറും ചുവപ്പല്ല, കടും ചുവപ്പ്. നമ്മളിപ്പം കണ്ടു, രണ്ടാമത് പഠിച്ച വാക്ക് ചുവപ്പ് നിറമാണ്, ഒരു പുഴുവിന്റെ ശോഭയാണ്. എന്നാൽ കടും ചുവപ്പെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ പാപം വളരെ ആഴമേറിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മദ്യപാനി അവനൊരു മദ്യപാനിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈസ് എ നോൺ സിന്നർ. അവനൊരു മദ്യപാനിയാണ്, ഈസ് എ നോൺ സിന്നർ. അവന് പറയുന്ന പേരാണ് കടും ചുവപ്പ്. രണ്ടാമത് പറയുന്നു, നിങ്ങളുടെ വെളുക്കും, അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തരും. രക്താംബരം ലൈക്ക് റെഡ് ലൈക്ക് ക്രിംസൺ. ക്രിംസൺ എന്നുള്ള വാക്ക് ഹീബ്രു വാക്ക് ഷഹ്നി എന്നാണ്. ഷഹ്നി എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരു ആശയമാണ്. ഷഹ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവിടെ ഷഹ്നി എന്നുള്ള പേര് ഗ്ലേറിംഗ്, തിളങ്ങുന്ന, മറ്റു വിധത്തിൽ പറഞ്ഞാൽ നോൺ സിൻ, അറിയപ്പെടുന്ന പാപം. അവളൊരു വേശ്യയാണ്, അവളൊരു മദ്യപാനിയാണ്, അവനൊരു ഒരു മോഷ്ടാവാണ്. ഇറ്റ് ഈസ് എ നോൺ സിൻ. അവനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്, ഇന്ന കുറ്റത്തിന് അവനെ അടച്ചിരിക്കുകയാണ്. അതാണ് ചുവപ്പ് നിറം പോലെ, ക്രിംസൺ പോലെ തിളങ്ങുന്ന നിറം. ഈ 2 വാക്ക് നോക്കി. ഒന്ന്, ഇൻഡെപ്ത് സിൻ, മുറുകെ പിടിച്ചിരിക്കുന്ന, മാറ്റിക്കളയാൻ വയ്യാത്ത, വളരെ ഡെപ്തായിട്ടുള്ള പാപം. മദ്യപാനിയുടെ ആ മദ്യപാന ആസക്തി, കടും ചുവപ്പ്. അതുപോലെ തന്നെ ഒരു പാപി, ആ പാപി രക്താംബരം പോലെ കടും ചുവപ്പ്, ഗ്ലേറിംഗ് സിൻ. അവനൊരു പാപിയാണെന്ന്, അവളൊരു പാപിയാണെന്ന് സമൂഹം അറിയുന്നു, അറിയപ്പെട്ട പാപം. ഈ 2 കളറുകൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ പാപത്തിന്റെ 2 വശം എടുത്ത് കാണിക്കുന്നു. നമ്മൾ കണ്ടു, സമാഗമന കൂടാരത്തിന്റെ വാതിൽ ആദ്യം നീലനിറം, യേശു ദൈവപുത്രൻ, നിത്യൻ. 2, ചുവപ്പ് നിറം, മനുഷ്യനായി തീർന്നവൻ. ഇനി അടുത്ത നിറം ധൂമ്ര നിറമാണ്. ധൂമ്ര നിറം എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ആദ്യം പറഞ്ഞ 2 നിറങ്ങൾ ഒന്നിച്ച് ചേർക്കണം. നീല നിറവും ചുവപ്പ് നിറവും കൂടെ ചേർക്കണം. എന്റെ സഹോദരന്മാരെ, ദൈവത്തിന്റെ ജ്ഞാനമെന്ന് നോക്കിയേ, ഈ പറയുന്ന ഓർഡർ തെറ്റിച്ചിട്ടില്ല. ആദ്യം നീല, പിന്നെ ചുവപ്പ്, പിന്നെ ധൂമ്രം. ആ ചുവപ്പ് നിറവും നീല നിറവും കൂടെ ചേർക്കുമ്പോൾ ധൂമ്ര നിറമുള്ളത് കിട്ടും. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് 2 കൂടെ മിങ്കിൾ ചെയ്തു. അവൻ ദൈവമാണ്, അവൻ മനുഷ്യനാണ്. ദൈവവും മനുഷ്യനായി തീർന്ന, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവവും മനുഷ്യനായി തീർന്ന അവരുടെ മശിഹ, വീണ്ടെടുപ്പുകാരൻ, മത്തായിയുടെ സുവിശേഷം രാജാവായി തീർന്ന ആ മശിഹയെ കുറിച്ച് യഹൂദന്മാർക്ക് രേഖപ്പെടുത്തുകയാണ് മത്തായി. അവസാനമായി ലൂക്കോസിന്റെ സുവിശേഷം പിരിച്ച പഞ്ഞിനൂൽ. നമ്മൾ പഠിക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ പിരിച്ച പഞ്ഞിനൂലിനെ കുറിച്ചുള്ള പഠനം നമ്മൾ നോക്കിയാൽ അത് അവന്റെ നീതി, ഹോളി പ്യൂരിറ്റി ആൻഡ് റൈച്ചസ്നെസ്,
ഒരു പൂർണ്ണ മനുഷ്യനെ യവനന്മാർ നോക്കിക്കൊണ്ടിരുന്നു, ഗ്രീക്കുകാരെ. They were looking for a perfect man. അവനെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് തിരുവചനത്തിൽ നിന്നറിയാം, ആ പിരിച്ച പഞ്ഞിനൂല് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണെന്ന് റെവലേഷൻ, വെളിപ്പാട് 19:8 യേശുവിൻ്റെ വിശുദ്ധിയും അവന്റെ നീതിയും വെളിപ്പെടുത്തുന്ന വെള്ള നിറം. ഒരു വാക്യം നോക്കിക്കാട്ടെ, യെരമ്യാവ് 33:16. യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. 1 കൊരിന്ത്യർ 1:30. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയായി. അവൻ നീതിമാൻ, അവൻ നീതി. അപ്പൊ നോക്കുക, ഈ 4 നിറങ്ങളെ കുറിച്ച് നോക്കിക്കാട്ടെ. നീല നിറം ആകാശത്തിന്റെ നിറം, യോഹന്നാൻ രേഖപ്പെടുത്തി. ചുവപ്പ് നിറം മനുഷ്യന്റെ നിറം, മണ്ണിന്റെ നിറം, മർക്കോസ് രേഖപ്പെടുത്തി, റോമാക്കാർക്ക് വേണ്ടി രേഖപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയുണ്ടായി, പിരിച്ച പഞ്ഞിനൂൽ, ഫൈൻ ലിനൻ, പെർഫെക്റ്റ് മാൻ. ലൂക്കോസ് രേഖപ്പെടുത്തി യവനന്മാർക്ക് വേണ്ടി. യോഹന്നാൻ നീല നിറം, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. അവൻ ദൈവപുത്രനാണ്, നിത്യനാണ് എന്നുള്ളത് വെളിപ്പെടുത്തി. നോക്കുക, മത്തായി സുവിശേഷത്തിൽ അവൻ ദൈവവും മനുഷ്യനുമായി അവരുടെ മഷിയായിട്ട് അവതരിച്ചു എന്നുള്ളത് ധൂമ്ര നിറത്തിലൂടെ, ഈ അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പർപ്പിൾ കളർ, മത്തായി രേഖപ്പെടുത്തി. 4 നിറത്തിൽ 4 വ്യത്യസ്ത ക്യാരക്ടർ, 4 സുവിശേഷകന്മാർ കർത്താവിന്റെ 4 പ്രത്യേക സവിശേഷതകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ 4 തൂണുകളിൽ ആ ഗേറ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് കണ്ണിനും അത് ആകർഷകമായി മാറും. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തി ആ കർത്താവിലൂടെ ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ സമയം കിട്ടുന്നു. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ആ നിറത്തിന് പ്രത്യേകതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുറത്തുള്ളവര് ആ പ്രാകാരത്തിന്റെ ചുറ്റും, ആ കോർട്ടിന്റെ ചുറ്റും നടക്കുമ്പോൾ അതെല്ലാം പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള ആ കർട്ടനാണ്. ആ കർട്ടൻ നമ്മൾ ഇനിയും പഠിക്കാൻ പോവുകയാണ്. പുറത്തുള്ളവർക്ക് ദൈവത്തിന്റെ വിശുദ്ധിയും നീതിയും പഠിപ്പിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി വരുവാനുള്ള ഏകവാതിൽ ആ ഒറ്റ എൻട്രൻസ് ആണ്. അത് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ചോദിച്ചോട്ടെ, എത്ര മനോഹരമായിട്ടാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വേറെ ഒരു പഠനത്തിലേക്ക് കടക്കുകയാണ്. വളരെ നിസ്സാരമെന്ന് ഓർക്കും, പക്ഷേ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം എടുത്താട്ടെ. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാം. 27:19 നോക്കിയാട്ടെ. 27:19. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും, പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ടായിരുന്നു. കുറ്റികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിൻസ്, ആണികൾ. അതിന്റെ പ്രാധാന്യത ഞാൻ പറയാം. ആ ആണികളെല്ലാം താമ്രം കൊണ്ട് ആയിരുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നോക്കുക, എല്ലാം ബ്രാസ് കൊണ്ടുണ്ടാക്കി. നിങ്ങൾ പുറപ്പാട് 38:20 ഞാൻ പറയുന്ന വാക്യങ്ങൾ നോട്ട് ചെയ്തേ. പുറപ്പാട് 38:20. ഈ പിൻസ് ആൻഡ് കോട്ട്സ്, ഇതൊരു തലക്കെട്ടാണ്. പിൻസ് ആൻഡ് കോട്ട്സ്, അതായത് കുറ്റിയും കയറും, കയറും കുറ്റിയും. പുറപ്പാട് 35:18. പുറപ്പാട് 39:40. ആ വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് 39:40 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പ്രാകാരത്തിന്റെ മറശ്ശീല, തൂൺ അതിന്റെ ചൂട്, പ്രാകാരത്തിന്റെ മറശ്ശീല. അടുത്തത് അതിന്റെ കയറും കുറ്റിയും. അതിന്റെ കയറും കുറ്റിയും അണ്ടർലൈൻ ചെയ്തു കൊള്ളുക. കയറും കുറ്റിയും, പിൻസ് ആൻഡ് കോട്ട്സ്. നമ്മൾ ഇനി അതിന്റെ പഠനം നടത്താൻ പോവുകയാണ്. നമ്മൾ ഓർക്കണം, ഈ സമാഗമന കൂടാരം മരുഭൂമിയിലാണ് നിൽക്കുന്നത്. മരുഭൂമിയിൽ കാറ്റുണ്ട്. ആ കാറ്റിൽ ഈ നൂലുകൾ, ഈ തിരശ്ശീലകളും കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഈ മറശ്ശീലകളൊക്കെ മാറിപ്പോകും. എന്നാൽ അതൊരു ഭവനമായി നിൽക്കാൻ കഴിയുന്നത്, അതിനെ ഉറപ്പിച്ചു നിർത്തുന്നത്, നമ്മൾ നോക്കിയേ, ഇതെല്ലാം കർട്ടനുകളാണ്. ഈ മരുഭൂമിയിലെ കാറ്റുകൊണ്ട് ഈ കർട്ടനുകളെല്ലാം പോകും.
എന്നാൽ ഈ കർട്ടനുകൾ ഒന്നും മാറിപ്പോകാതെ അവയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ തൂണിനും 2 കുറ്റികൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അകത്തോട്ട് നോക്കിയേ, പുറത്തോട്ട് നോക്കിയേ. വേറൊരു പടം എടുത്താൽ ചിലപ്പോൾ ഒന്നുകൂടെ കാണാം. ഓരോ കുറ്റിക്കും അകത്തോട്ടും പുറത്തോട്ടും 2 കയറിങ്ങനെ വലിച്ചു പിടിച്ചിട്ടുണ്ട്. ആ കയറുകൾ വലിച്ചു പിടിച്ചിട്ട് അത് മരുഭൂമിയിലോട്ട് ആണി കൊണ്ട് അടിച്ചിറക്കിയ ബ്രാസ് കുറ്റികൾ അല്ലെങ്കിൽ ബ്രാസ് പിന്നിലോട്ട്, ആ കാണിക്കുന്ന ചിത്രം അത് തന്നെ. ആ ബ്രാസ് പിന്നില് അത് അടിച്ചിറക്കിയിരിക്കുക. ആ കുറ്റികളല്ലേ എങ്ങനെ നിൽക്കും? ആ കുറ്റികൾ മറിഞ്ഞു പോകും. മരുഭൂമിയില് ഈ കുറ്റികൾ ഖദിരമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കുറ്റിയുടെ അടിയെന്ന് പറഞ്ഞാൽ ബ്രാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട, കോപ്പർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചുവടുകളാണ്. ആ ചുവടിൽ അത് നിൽക്കുകയാണ്. അതിനെ പുറത്ത് മോളിൽ നിന്ന് ഈ കയറുകൾ കൊണ്ട് വലിച്ച് 2 വശത്തും 2 പിന്നുകളിൽ അതിനെ ബലത്തോടെ കിട്ടുമ്പോൾ ആ തൂണുകൾ ചലിക്കത്തില്ല. ആ തൂണിന്റെ മുകളിൽ വെള്ളി കൊണ്ടുള്ള മകുടം അല്ലെങ്കിൽ ക്രൗണുകളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കുക. ആ കുറ്റികളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അതിന്റെ ചുവട് താമ്രത്തിൽ നിൽക്കുന്നു. അതിന് 2 താമ്ര ആണികളുണ്ട് അല്ലെങ്കിൽ പിൻസ് ഉണ്ട്. അതും ഇതുമായിട്ട് കയറുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പിന്നില്ലെങ്കിൽ ഈ കുറ്റികൾ ആരെങ്കിലും നിൽക്കാൻ കഴിയുമോ? സമാഗമന കൂടാരം എടുക്കുമ്പോഴും അതിന്റെ പുറശീല മുഴുവൻ ശീലകൾ കൊണ്ട്, ആ ശീലകളും ഈ പിന്നിലോട്ട് അടിച്ചിറക്കിയ കയറുകൾ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈ പിന്നില്ലെങ്കിൽ ഈ സമാഗമന കൂടാരം പണിയാൻ കഴിയുമോ? പണിയാൻ കഴിയില്ല. ആ പിന്നിന്റെ പ്രാധാന്യതയൊന്ന് നോക്കട്ടെ. ഈ പിൻ എന്തിനെ കാണിക്കുന്നു? എടുക്കാം. സക്കറിയാവ് 10 എടുത്താട്ടെ. സക്കറിയാ പ്രവചനം 10-ാം അധ്യായം. എന്തിനെയാണ് ഈ പിന്നുകൾ, ഈ കുറ്റികൾ കാണിക്കുന്നത്? സക്കറിയാ പ്രവചനം 10-ാം അധ്യായം എടുത്താട്ടെ. നമ്മളെ അത്ഭുതപ്പെടുത്തണം. നമുക്കൊരു നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ ഇവിടെ കൊണ്ടുവരികയാണ് ദൈവാത്മാവ്. സക്കറിയാവ് 10-ന്റെ 4-ാം വാക്യം. അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നിന്ന് ആണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവന്റെ പക്കൽ നിന്ന് ഏത് അധിപതിയും വരും. ആരെക്കുറിച്ചായി പറയുന്നത്? യഹൂദ ഗോത്രത്തെ കുറിച്ച് പറയുകയാണ്. യഹൂദ ഗോത്രം. ഔട്ട് ഓഫ് ഹിം, ദാറ്റ് ഈസ് ജൂഡ, കംസ് ഫോർത്ത് എ കോർണർ, ഔട്ട് ഓഫ് ഹിം ദ നെയിൽ. അവനിൽ നിന്ന് ആണി വരും. ഇവിടെ വായിക്കുന്ന കണ്ടോ, അവന്റെ നിന്ന് മൂലക്കല്ല്. നമുക്ക് തർക്കമില്ലാതെ അറിയാം, യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ നമ്മളെ പണിതിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ആണി ഇവിടെ നമ്മൾ വായിക്കുന്നു, യഹൂദയിൽ നിന്ന് മൂലക്കല്ല് മാത്രമല്ല, അവിടെ ആണിയും അവന്റെ പക്കൽ നിന്ന് വരും, പടവില്ലും ആണിയും അവനിൽ നിന്നാണ്. ഈ ആണി എന്ന് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചോട്ടെ. ഔട്ട് ഓഫ് ഹിം, ദാറ്റ് ഈസ് ജൂഡ, came for the corner, out of him the nail, out of him the battle bow, out of him every oppressor together all the leaders. ഒരു വാക്ക് ഞാൻ പറയട്ടെ, ഈ ആണി യഹൂദയിൽ നിന്ന് വരും. അതാരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ്. മൂലക്കല്ല് യേശുക്രിസ്തുവിനെ കാണിക്കുന്ന പോലെ ഈ ആണികൾ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആണികൾ എന്തിനാ അടിക്കുന്നത്? ഈ ആണികൾ അടിക്കുന്നത്, നമുക്ക് വേറെ ഒരു വേദഭാഗം എടുക്കാം. ഇച്ചിരി പഠിക്കാൻ ആവശ്യമുള്ളൊരു ഭാഗമാണ്, എന്നാൽ അത് പഠിക്കണം. നമ്മൾ അല്പം കട്ടിയുള്ള ആഹാരവും കഴിക്കണമല്ലോ. യെശയ്യാപ്രവചനം 22-ാം അധ്യായം എടുത്താട്ടെ. അവിടെ ഈ ആണിയുടെ മനോഹരത്വം പറയുന്നുണ്ട്. ഞാൻ ഇന്ന് പകലും രാവിലെയും എഴുന്നേറ്റിരുന്ന ആ ഭാഗം ധ്യാനിക്കുകയായിരുന്നു, വായിക്കുകയായിരുന്നു. നോക്കുക, നിങ്ങൾ 22-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 15 തൊട്ട് താഴെ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 ആണികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. There are 2 pins. 2 പിന്നിനെ കുറിച്ച് വായിക്കും. 23-ാം വാക്യം നോക്കിയേ, ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ഉറപ്പുള്ള സ്ഥലത്തെ ഒരാണി. അവിടെ ഉറപ്പുള്ള സ്ഥലം, ഉറപ്പെന്ന് പറഞ്ഞാൽ ഷുവർ എന്നാണ്. ഹീബ്രു ലാംഗ്വേജിൽ ആമീൻ എന്നാണ്. ആമീൻ, അത് കർത്താവിനെ കാണിക്കുന്നതാണ്. നമുക്കത് നോക്കാം. അതിനുശേഷം 25-ാം വാക്യം നോക്കി, അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്നതാണ് ഇളകിപ്പോകും. അത് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. 23-ാം വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 25-ാം വാക്യം അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഇവിടെ രണ്ടും ആണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ രണ്ടിടത്തും ആണി പറയുമ്പോൾ നോക്കുക, ഈ ആണി അടിക്കുന്നത് ചിലതൊക്കെ തൂക്കിയിടാൻ,
ചിലതൊക്കെ ഉറപ്പിക്കാൻ, ചിലതൊക്കെ അതിനോട് ബന്ധപ്പെടുത്തിയിരിക്കുമ്പോൾ ഉറപ്പുള്ള സ്ഥലത്തെ ഒരാണി, ഉറപ്പില്ലാത്ത സ്ഥലത്തെ ഒരാണി എന്തെങ്കിലും തൂക്കിയിട്ടാൽ അത് താഴെ പോകും. അതിൽ ആശ്രയിക്കാൻ നിവൃത്തിയില്ല. 25-ാമത്തെ വാക്യം അതാ പറയുന്നത്. അത് അന്ത്യക്രിസ്തുവാണ്. അന്ത്യക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ താഴെ വീഴും. എന്നാൽ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവനോ, 23-ാം വാക്യം, ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ഇവിടെ ഈ ഉറപ്പുള്ള ആണിയുടെ മഹത്വം വരച്ചു കാണിക്കുന്നത് എലിയാക്കീം എന്ന് പറയുന്ന ഒരു ദാസനിലൂടെയാണ്. അതിന്റെ 15 തൊട്ടുള്ള വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 15 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ശെപ്ന എന്ന് പറയുന്ന ഒരു വാളെ ആദ്യം കാണിക്കുന്നു. ശെപ്ന എന്ന് പറയുന്നത് ഹിസ്കിയ രാജാവിന്റെ ഭണ്ഡാര വിചാരകനും അവന്റെ കൊട്ടാരത്തിന്റെ അധിപതിയുമാണ്. ആ കാലത്തെ ശെപ്ന എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനം, കൊട്ടാരത്തിന്റെ റൂളറും അതുപോലെ ട്രഷററും. ഹിസ്കിയ രാജാവിന്റെ ട്രഷററാണ് ഈ ശെപ്ന. ശെപ്നയ്ക്കൊരു സ്ഥലം, ഒരാഗ്രഹം, യെരുശലേമിൽ പർവ്വതത്തിന്റെ മുകളിൽ അവനൊരു കല്ലറ വെട്ടിയുണ്ടാക്കും. മരിക്കുമ്പോൾ അവന് പേര് വേണം, മരിക്കുമ്പോൾ അവന് മഹത്വം വേണം. ദൈവം പറഞ്ഞു, നിന്നെ എടുത്ത് ഞാൻ തൂക്കി എറിയും, നിന്നെ എടുത്ത് ഞാൻ എറിയുമെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം 20-ാം വാക്യം, ഹിൽക്കിയാവിന്റെ മകനായ എന്റെ ദാസൻ എലിയാക്കീമിനെ വിളിക്കും. എന്റെ ദാസനായ എലിയാക്കീം, അത് യേശുക്രിസ്തുവിന്റെ നിഴലാണ്. യേശുക്രിസ്തുവിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്റെ ദാസൻ. യെശയ്യാവ് 52:13, എന്റെ ദാസൻ കൃതാർത്ഥനാകും. എന്റെ ദാസനെ പോലെ ചെകിടനും എന്റെ ദാസനെ പോലെ കുരുടനുമാർ. എന്റെ ദാസൻ എന്ന് ദൈവം പറയുന്നത് എലിയാക്കീമിനെ കുറിച്ച് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ച് വരച്ചു കാണിക്കുന്നതാണ്. വീണ്ടും നമ്മൾ നോക്കുക, അതിന്റെ ഈ എലിയാക്കീമിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് 22-ാം വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. ഈ വാക്യം ഫിലദൽഫിയ സഭയ്ക്ക് വെളിപ്പാട് 3:7 എടുത്ത് പറയുന്നുണ്ട്. വേണേ ഒന്ന് വായിച്ചു. ഇതേ വാക്യം, ഈ 22-ാം വാക്യം വെളിപ്പാട് 3:7 നോക്കി യേശുക്രിസ്തുവിന് എടുത്ത് ഉപയോഗിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അതൊന്ന് വായിക്കാന്ന് വിചാരിച്ചത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും അടുത്തത് ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്തു അരുളി ചെയ്യുന്നു. ഈ വാക്യമല്ലേ യെശയ്യാവ് 22:22, ഞാൻ ദാവീദ് താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ എന്റെ ദാസനായ എലിയാക്കീം എന്ന് പറയുന്നത് എന്റെ ദാസനായ ക്രിസ്തുവിന്റെ നിഴലാണ്. അവന് വേണ്ടി പറഞ്ഞ വാക്യം ക്രിസ്തുവിനടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അവനെ കുറിച്ചാണ് പറയുന്നത്, ഉറപ്പുള്ള സ്ഥലത്തെ ഒരാണിയാണ്. ഇനി നമുക്ക് ആ പഠനത്തിലേക്ക് വരാം. സ്വർഗീയമായ ദൈവികമായ എല്ലാ ആലോചനയും എല്ലാം ആ ആണിയോട് ബന്ധിപ്പിച്ചിരിക്കുന്ന പോലെ ആ കയറുകൊണ്ട് അതിനോട് കെട്ടുകയാണ്. ആ കയറുകൊണ്ട് അതിനോട് കെട്ടുകയാണ്. ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ, നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്കൊക്കെ അന്യരായിരുന്നു. എന്നാൽ നമ്മളെ അവനോട് ബന്ധിപ്പിച്ചു. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ബന്ധിച്ചു, തൻ കുരിശോട് എന്നെ ചേർത്ത് ബന്ധിച്ചു. സ്നേഹച്ചരടുകളാൽ നമ്മളെ ക്രിസ്തുവിനോട് ബന്ധിച്ചു. ആ ആണി എന്ന് പറയുന്നത് ആ വാഗ്ദത്തങ്ങളാണ്. ഉറപ്പുള്ള സ്ഥലത്തെ ഒരാണി, അത് മാറത്തില്ല. ആ വാഗ്ദത്തങ്ങൾക്കൊക്കെ നമ്മൾ അന്യരായിരുന്നെങ്കിലും ആ ദൈവ സ്നേഹത്താൽ നമ്മളെ അതിനോട് ബന്ധിപ്പിച്ചു. സ്തോത്രം. 2 കൊരിന്ത്യർ 1:20 നമുക്കൊന്ന് വായിച്ചേക്കാം. 2 കൊരിന്ത്യർ 1:20 ഈ ആണിയുടെ മഹത്വപൂർണമായ പൊരുൾ നമ്മൾ അവിടെ കാണുകയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമീൻ എന്നത്രേ. നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യർ, നമുക്ക് ദൈവമായിട്ടോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, എന്തെല്ലാം വാഗ്ദത്തങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ അത് ഉവ്വെന്നാണ് നമുക്ക്. യെസ്, ആമീൻ. ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്നു.
ആ സ്നേഹച്ചരടുകളാൽ നമ്മളെ ബന്ധിച്ചു. ആ ബന്ധനം, ആ ബന്ധിച്ച സ്നേഹം നമുക്ക് ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ നിവാസം ഉറച്ചു നിൽക്കുവാനുള്ള ബലം അതിന് പകർന്നു. 2, നമുക്ക് ആശ്രയിപ്പാൻ, വിശ്രമിപ്പാൻ, നമ്മുടെ ആശകളൊക്കെ തൂക്കിയിടുവാൻ ആ ഉറപ്പുള്ള ഒരു ആണിയായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. മരണത്തിൻ്റെ വേളകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമുക്ക് എവിടെ ആശ്വാസം കണ്ടെത്താൻ കഴിയും? അവൻ പറഞ്ഞ വാക്കുകൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമുക്ക് നൽകിയ പ്രത്യാശയം ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തുള്ളവർക്ക് ഒരാശ്വാസവുമില്ല. നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം പകരുന്നത് ഈ വാഗ്ദത്തങ്ങളാണ്. നമുക്കവരെ കാണാം, അവരെവിടെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഹൃദയത്തിൽ പകർന്ന ദൈവ ആശ്വാസം ആ ഉറച്ച ആണി പോലെയാണ് ഈ നെയില് ദൈവപുത്രനെ കാണിക്കുന്ന. നമ്മൾ തിരുവചനത്തിൽ ഇത് കണ്ടു. എന്നാൽ യെശയ്യാവ് 22:25 കാണുന്ന ആണി അത് അന്തിക്രിസ്തുവാണ്. അത് അവനിൽ ആശ്രയിക്കുന്നവൻ മുറിഞ്ഞു പോകും, യാതൊരു വിധത്തിൽ രക്ഷപ്പെടത്തില്ല എന്ന് പറയുകയാണ്. ആ കയറുകളെ നോക്കാട്ടെ, ആ സ്നേഹ കയറുകൾ കൊണ്ട് നമ്മളെ ബന്ധിക്കുകയാണ്. ഒരു കൂടാരത്തിന് ഏറ്റവും ആവശ്യമായ ഒന്ന് കയറുകളാണ്. യെശയ്യാവ് 54:2 നോക്കാട്ടെ. യെശയ്യാ പ്രവചനം 54:2 വാക്യം. 54:2, നിന്റെ കൂടാരത്തിന്റെ സ്ഥാനത്ത് വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവൻ നിവർത്തിക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നിന്റെ കയറുകളെ നീട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക. ഒരു കൂടാരം നിവർത്തണമെങ്കിൽ, അത് നിവർന്ന് നിൽക്കണമെങ്കിൽ, അത് ഉപയോഗപ്രദമാകണമെങ്കിൽ ഈ കുറ്റികളും കയറുകളും വേണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, God's habitation has been made by these pins and cords. ദൈവത്തിന്റെ നിവാസം, ദൈവം വസിക്കുന്ന ആലയം ഈ കയറും കുറ്റികളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല. പുതിയ നിയമസഭയുടെ സത്യമാണ്. ദൈവം തൻ്റെ സ്നേഹം നമ്മുടെ മേൽ പതിപ്പിച്ചു. ആ കയറുകൾ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ മുറുകെ പറ്റുവാൻ തക്കവണ്ണം അതിനെ ബന്ധിപ്പിച്ച് നിർത്തി. ഇന്ന് നമ്മൾ അന്യന്മാരല്ല. നമ്മള് തിരുവചനത്തിൽ വായിച്ചതുപോലെ നമ്മൾ ഇനി അന്യന്മാരല്ല, നമ്മൾ സ്വന്തം വീട്ടുകാരാണ്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം. നമ്മൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, നമുക്ക് നൽകിയ അനുഗ്രഹം എന്ന് ഓർത്തു വയ്ക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അതിൻ്റെ 11-12 വാക്യം, 2:11-12 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോടെ സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. നമ്മൾ ഇനി അന്യന്മാരല്ല, നമ്മൾ സഹപൗരന്മാരായി മാറി. ഈ വാഗ്ദത്തങ്ങൾക്കൊക്കെ നമ്മൾ അവകാശികളായി മാറി. അത് സാധിച്ചത് നമ്മൾ കണ്ടതുപോലെ ദൈവസ്നേഹം, നിത്യതയിലുള്ള ദൈവസ്നേഹം നമ്മുടെ മേൽ പതിച്ചു. ആ സ്നേഹം നമ്മോട് ബന്ധിപ്പിക്കുവാൻ നമ്മളെ ഒരു ദൈവത്തിന്റെ നിവാസമാക്കി പണിതപ്പോൾ ആ കയറുകളും കുറ്റികളും കൊണ്ട് ആ കൂടാരം നിവർത്തതുപോലെ എൻ്റെ ഹൃദയത്തിൽ ആ പ്രത്യാശ നൽകി. അത് കർത്താവായ യേശുക്രിസ്തുവിൽ എനിക്ക് ഉറപ്പ് നൽകി. അചഞ്ചലമായി ഈ കൊടുങ്കാറ്റും പ്രശ്നങ്ങളും നിറഞ്ഞ ഭൂമിയിൽ ഞാൻ ചലനാത്മകമായി നിൽക്കാൻ എന്നെ അത് സഹായിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ആ സമാഗമന കൂടാരം നമ്മൾ കണ്ടില്ലേ? കണ്ടു. ആ പടം ഒന്നുകൂടെ വെച്ച് കാണിച്ചാട്ടെ. ആ സമാഗമന കൂടാരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രത്യേക കാര്യം നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുന്നു. നോക്കി, ആ കൂടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് 60 പില്ലേഴ്സ് അറൗണ്ട് ദ കോർട്ട്. ഈ കോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 60 പില്ലറുകൾ കൊണ്ടാണ്. യെസ്, 60 പില്ലേഴ്സ്. അതായത് 20 അതിൻ്റെ തെക്ക് വശത്ത്, 20 വടക്ക് വശത്ത്, 10 അതിൻ്റെ കിഴക്ക് വശത്ത്, 10 പടിഞ്ഞാറ് വശത്ത്, മുന്നിലും പുറകിലും 30 വശങ്ങളിൽ 20, മൊത്തം 60 പില്ലേഴ്സാണ്. 60 പില്ലേഴ്സ്. നമുക്ക് ഉത്തമഗീതം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ഉത്തമഗീതം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. മനോഹരമായിട്ട് ഈ ഭാഗത്തിന്റെ ഒരു പൊരുൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
ഉത്തമഗീതം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേലിന്റെ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. ഇവിടെ നോക്കിയാട്ടെ, ശലോമോൻ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ശലോമോൻ ഭയമില്ലാതെ രാജ്യമായിട്ട് മുന്നോട്ട് പോകുന്നത് 60 യുദ്ധവീരന്മാർ അതിന്റെ ചുറ്റിലും കാവൽ നിൽക്കുന്നുണ്ട്. അവരുടെ തുടയ്ക്ക് വാള് കെട്ടിയിട്ടുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് ആരാണെന്ന, ദേ ആർ എക്സ്പേർട്സ് ഇൻ വാർ. യുദ്ധത്തിൽ അവർ സമർത്ഥന്മാരാണ്. 60 പേർ. ഞാനിങ്ങനെ പറയാറുണ്ട്, അവർ വാളെടുത്തപ്പോഴൊന്നും സമർത്ഥന്മാരായതല്ല. അവർ വാളെടുത്ത് ഉപയോഗിച്ച് അവരുടെ കരങ്ങളിലൊക്കെ വെട്ടേറ്റ പാടുകളുണ്ട്. പക്ഷേ നൗ ദേ ആർ എക്സ്പേർട്സ് ഇൻ വാർ. അവരാണ് ശലോമോന്റെ പല്ലക്ക് കാവൽ ചെയ്തത്. ഈ സമാഗമന കൂടാരത്തിൽ ഈ 60 തൂണുകൾ നമ്മളെ കാണിക്കുകയാണ്. ഖദരമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടു. ഞാൻ എടുത്തു പറയട്ടെ, ലോകത്തിൽ നിന്ന് മുറിച്ചെടുത്തു ആ ഖദരമരങ്ങൾ. എന്നാൽ നമ്മൾ ഇന്ന് ലോകത്തിലുള്ളവരല്ല. നമ്മൾ ലോകത്തിലാണ്, എന്നാൽ ലോകത്തിലുള്ളവരല്ല. ഖദരമരങ്ങൾ, വേരുകൾ മണ്ണിലോട്ട് ഇറക്കി നിന്നിരുന്ന ഖദരമരങ്ങൾ മുറിച്ചു മാറ്റി ഇന്ന് ഈ ഖദരമര കുറ്റികൾ നിൽക്കുന്നത് താമ്രച്ചൂട്ടിലാണ്. ദേ ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. എന്തോ ചിത്രമാ. അവര് ലോകത്തിൽ നിന്നാണ്, പക്ഷെ ഇന്ന് ലോകക്കാരല്ല. നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. നമ്മൾ ലോകത്തിലുള്ളവരല്ല. താമ്രച്ചൂട്ടിൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ നീതിയിൽ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം എടുക്കുമ്പോൾ കോരഗും 250 പേരും മറുതലിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു. എന്നാൽ 250 താമ്ര കലശങ്ങൾ അത് തീ കൊണ്ട് ദഹിക്കാതെ അവിടെ കിടന്നു. അതെടുത്ത് യാഗപീഠത്തോട് അടിച്ചു ചേർക്കാൻ പറഞ്ഞു. ആ താമ്രത്തിന് ദൈവ ന്യായവിധിയെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. ദ റൈച്ചസ് വൺ, യേശുക്രിസ്തുവിന്റെ നമ്മളിൽ ലഭിച്ച നീതിയുടെ മനോഹരമായ ചിത്രം. എന്റെ സഹോദരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് തനിച്ച് ഈ കുറ്റികൾക്ക് തനിച്ച് നിൽപ്പാൻ നിവൃത്തിയില്ല. ഈ 60 തൂണുകൾക്ക് തനിച്ച് നിൽപ്പാൻ നിവൃത്തിയില്ല. അത് ഒരു വശത്തോട്ട് കെട്ടിയാലും താഴെ പോകും, മറ്റേ വശത്തോട്ടും കെട്ടിയാൽ താഴെ പോകും. ഇത് 2 വശത്തുനിന്നും കെട്ടുമ്പോഴാണ് അത് ബലമുള്ളതായി നിൽക്കുന്നത്. നമുക്കറിയാമോ, ഈ കുറ്റികൾക്ക് ശക്തി പകർന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്പോസ്തലപ്രവൃത്തി 1:8, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം യെരൂശലേമിൽ നിങ്ങൾ പാർക്കണം. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പിതാവിനോട് കേട്ട വാഗ്ദത്തം നിങ്ങൾക്ക് അയക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ പകർന്നു. 2, ഞാൻ നിങ്ങൾക്കായി ഉയരത്തിലേക്ക് പോവുകയാണ്. എബ്രായലേഖനത്തിൽ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടി? നമ്മുടെ ഒരു അഡ്വക്കേറ്റ്. നമ്മുടെ പ്രശ്നമുഖരിതമായ ജീവിതത്തിൽ നമുക്ക് വേണ്ടി വാദിക്കുവാൻ സ്വർഗത്തിൽ ഒരുത്തൻ, അവന്റെ ശക്തി നമുക്ക് പകർന്നു തരുന്നു. 2 ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മുടെ കർത്താവ് മധ്യസ്ഥനായിക്കൊണ്ട് നമുക്ക് ശക്തി പകരുന്നു. ഈ 2 ശക്തികൾ, ഈ 2 കയറുകൾ 2 വശത്തോട്ടും ഈ കുറ്റികളെ വലിച്ചു പിടിക്കുമ്പോൾ അചഞ്ചലമായി കുറ്റികൾ നിൽക്കുന്ന പോലെ വിശ്വാസികളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുവാൻ നമ്മളെ നടത്തുന്ന ദൈവിക ശക്തി, ആത്മാവിന്റെ ശക്തിയും കർത്താവിന്റെ മധ്യസ്ഥതയുടെ ശക്തിയും. സ്തോത്രം! എത്ര മനോഹരമായ ചിത്രം. ഞാൻ അതുകൊണ്ട് വായിക്കട്ടെ, സങ്കീർത്തനം 26:12. സങ്കീർത്തനം 26:12, എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. എൻ്റെ കാലടികൾ വഴുതിപ്പോകാതെ സമനിലത്ത് തന്നെ നിർത്തിയിരിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സങ്കീർത്തനം 66:9, സങ്കീർത്തനം 66:9, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കയില്ല. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ തൂണുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അതിൻ്റെ മുകൾ ഭാഗം വെള്ളി കൊണ്ട് മൂടിയിരിക്കുക. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വെള്ളി കിരീടമാണ്. ആ വെള്ളി വീണ്ടെടുപ്പിന്റെ ചിത്രമാണ്. പുറപ്പാട് 38:28 റിഡംഷൻ മണി, വീണ്ടെടുപ്പിന്റെ ചിത്രമാണ് വെള്ളി. ആ വെള്ളി കൊണ്ട് നമ്മളെ ഒരു കിരീടം, നമ്മളെ വ്യത്യസ്തരാക്കി, നമ്മളെ പ്രൗഢിയുള്ളവരാക്കി, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അലങ്കൃതമാക്കി നിർത്തിയിരിക്കുകയാണ്. He has crowned us with his redemption. അവൻ തന്റെ വീണ്ടെടുപ്പ് മൂലം നമ്മളെ കിരീടധാരികളാക്കി മാറ്റി.
അതിൽ നിന്ന് സിൽവർ ഹൂക്സ് ഉണ്ട്, അതിൽ നിന്ന് കിളുത്തു വന്ന വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളുണ്ട്. ആ കൊളുത്തിൽ വെള്ളി കൊണ്ടുള്ള റോഡ് ഇങ്ങനെ വെച്ചിരിക്കുക. ചുറ്റും ഒരു വെള്ളി റോഡുണ്ട്. മോളിൽ നിന്ന് നോക്കിയാൽ ഒരു റിങ്ങാണ്. വെള്ളി റോഡ് ഇങ്ങനെ ഈ കൊളുത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിൽ നിന്നാണ് ഈ വെള്ള തിരശ്ശീല തൂക്കിയിട്ടിരിക്കുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുള്ള ബന്ധത്തിൽ നമ്മൾ തനിയല്ല, നമ്മുടെ ചുറ്റുപാടും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വിശ്വാസികളോട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റി, നമ്മുടെ അലംഘനീയമായ യൂണിറ്റി, കർത്താവ് അതാണ് പ്രാർത്ഥിച്ചത്. യോഹന്നാൻ 12:21 അവരെല്ലാവരും ഒന്നാകണം. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്ന പോലെ അവരും നമ്മളിലാകണം, അവരൊന്നാകണം. കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന, ദാറ്റ് ദേ ഓൾ മേ ബി വൺ, അവരെല്ലാവരും ഒന്നായി മാറണം. ഈ വീണ്ടെടുപ്പിന്റെ മഹത്വം നമ്മളൊന്ന് ഓർത്തു നോക്കുക. നമ്മളെ ഒന്നാക്കി മാറ്റി. ഈ പ്രാകാരത്തിൽ ആ വെള്ള തിരശ്ശീല മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന്റെ നീതിയെ, വിശുദ്ധിയെ മറ്റുള്ളവർക്ക് നാം ഇന്ന് കാണിച്ചു കൊടുക്കുന്നു. സഭയുടെ ദൗത്യമാണ് ആ നീതിയും വിശുദ്ധിയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. നാം ഒന്നായി ചേർന്ന്, നാം പരസ്പരം ബന്ധപ്പെട്ട്, നാം അന്യോന്യം കൈകൾ കോർത്ത് ആ വെള്ളി റോഡുകൾ കൊണ്ട് നമ്മൾ അന്യോന്യം ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഈ വെള്ളലിനൻ നമ്മുടെ വിശുദ്ധിയും നമ്മുടെ ദൈവത്തിന്റെ നീതിയും മറ്റുള്ളവർക്ക് കാണുവാനിടയാക്കി മാറ്റും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു വശത്തൂടെ കയറാൻ വയ്യാതെ വരുമ്പോൾ അവരാ മുന്നിലുള്ള വാതിലിൽ വന്ന് ഏകവാതിലൂടെ അകത്ത് പ്രവേശിക്കും. കർത്താവിന് മഹത്വം. നമ്മൾ ആ തൂണുകളുടെയും ആ പുറത്തുള്ള പ്രാകാരത്തിൻ്റെയും പഠനം ഇവിടെ അവസാനിപ്പിച്ചു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് തൊട്ട് ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് പഠിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിട്ടായിരുന്നു ഇന്നത്തെ പഠനം മുൻപോട്ട് പോയത്. എത്ര വലിയ സത്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കുവാൻ തൊക്കൊണ്ടും ഇടയാക്കിയത്. മനോഹരമായിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരുന്നത്. ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് വളരെ മനോഹരമായിട്ട് തന്നെ അതായിത്തീർന്നു എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത്രമാത്രം ആഴമേറിയ സത്യങ്ങൾ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള രീതിയിൽ നമുക്ക് വചനത്തിലെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തൊക്കൊണ്ടും ദൈവം ഇടയാക്കിയല്ലോ. ഇത്ര മനോഹരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു വിഷയം ഇത്ര വിശദമായി തന്നെ ഞങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞു തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചതായിട്ടുള്ള ഈ വിഷയത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ ഹലോ, കേക്കാം. കേൾക്കാം. എനിക്ക് പിന്നെ ഒന്ന് രണ്ട് സംശയമുള്ളത്. നമ്മള് പിന്നെ ഈ നീലനൂല് നൂലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നത്തെ പോണൊക്കെയുള്ളായിരിക്കുന്ന മിഷനറി സംവിധാനങ്ങളൊക്കെ അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഇന്നത്തെ പോലെ ഡൈ ഇല്ല. ഞാന് ഇസ്രയേലിൽ പോയപ്പോൾ കമ്പിളി വസ്ത്രം ഒരു എന്താ പറയേണ്ടത്, മഞ്ഞയല്ല, ഒരു പ്രത്യേക നിറത്തിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നവര്. ഉള്ളിയില്ലേ, നമ്മുടെ ഉള്ളിയുടെ തോല് അതിന്റെ പുറന്തോലിട്ട് ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് മുക്കിയെടുക്കുന്ന ഈ ആട്ടിൻ രോമമാണ് ഈ ഏതാണ്ട് ഒരു മഞ്ഞ നിറം പോലെയുള്ള ഒരു ഡ്രസ്സായിട്ട് മാറുന്നത്. അന്ന് ഡൈ ഇല്ല. നമ്മൾ കണ്ടു ചുവപ്പ് നിറം എന്ന് പറയുന്നത് ഈ ടൊഹല എന്ന് പറയുന്ന പുഴുവിനെ കുത്തിപ്പൊട്ടിച്ച് അതിന്റെ ചോര ഉണക്കി അതിനകത്തുനിന്ന് മുക്കിയെടുക്കുന്ന വെള്ള പഞ്ഞിനൂലാണ് അത് ചുവപ്പ് നിറമായിട്ട് മാറുന്നത്.